കോഴിക്കോട് കുത്താളി സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഓടിച്ചു കയറ്റിയ കാർ പേരാമ്പ്ര പോലീസ് കസ്റ്റഡിയിലെടുത്തു. 16 വയസ്സുകാരനാണ് കാർ ഓടിച്ചതെന്ന് കണ്ടെത്തി. കുട്ടിയുടെ പിതാവിൽ നിന്ന് 25,000 രൂപ പിഴ ഈടാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് നൽകി. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളായിട്ട്. ഷഹീദ്, കഴിഞ്ഞ ദിവസം കണ്ടതാണ്, 2 ദിവസം മുമ്പ് കൊച്ചിയിൽ ഒരു ഇന്നോവ കൊണ്ട് ഒരു 16-കാരൻ കാണിച്ച അഭ്യാസവും കണ്ടതാണ്. ഈ രക്ഷിതാക്കളുടെ എത്രമാത്രം അശ്രദ്ധയാണ് ഇത്? എങ്ങനെ സംഭവിച്ചു എന്നാണ് അയാൾ പറയുന്നത്? ദിവിഷ, ഇന്നലെയാണ് പേരാമ്പ്ര കൂത്താളി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ സംഭവം ഉണ്ടായത്. സ്കൂൾ ഗ്രൗണ്ടിലേക്ക് കാർ ഓടിച്ചു കയറ്റി കുട്ടികൾ കളിക്കുന്നതിനിടയിലാണ് കാർ ഓടിച്ചു കയറ്റിയത്. അപകടം ഉണ്ടാകുമായിരുന്നു, തലനാരിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ ഇന്നലെ പേരാമ്പ്ര പോലീസ് കേസെടുത്തു. ഇന്നിപ്പോൾ പോലീസ് ആ വാഹനം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മാരുതി ഒരു ആൾട്ടോ കാറാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. രക്ഷിതാവ് അറിയാതെ 16 വയസ്സുള്ള അയാളുടെ മകൻ കാർ എടുത്തുകൊണ്ടുപോയെന്നാണ് പോലീസിന് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തുകൊണ്ട് അപകടമാം വിധം മനുഷ്യരുടെ ജീവൻ അപായപ്പെടുത്തുന്ന രീതിയിൽ വാഹനം ഓടിച്ചു എന്ന് വകുപ്പ് ഉൾപ്പെടുത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പും 25,000 രൂപ രക്ഷിതാവിൽ നിന്നും പിഴ ഈടാക്കാനും, ഒപ്പം തന്നെ ഈ ലൈസൻസ് ഇല്ലാതെ പ്രായപൂർത്തിയാകാതെ കുട്ടി വാഹനം ഓടിച്ചതിന് 5,000 രൂപ മറ്റൊരു പിഴ ഈടാക്കാനും ഒക്കെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്, പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കേസായിരിക്കും എടുക്കുക എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഈ വിദ്യാർത്ഥിക്ക് ഇപ്പോൾ 16 വയസ്സാണ്, 25 വയസ്സായാൽ മാത്രമേ ലൈസൻസ് എടുക്കാൻ കഴിയുകയുള്ളൂ. ആ രീതിയിൽ ചില നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് മോട്ടോർ വാഹന വകുപ്പും ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ ഇങ്ങനെ പ്രായപൂർത്തിയാകാത്ത ലൈസൻസ് ഇല്ലാത്ത കുട്ടികൾ അപകടകരമായ വിധം വാഹനം ഓടിക്കുന്നത് തടയാൻ വേണ്ടി ഒരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിൽ അത്തരമൊരു നടപടിയിലേക്ക് പോകുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ദിവിഷ്, ശരി. എന്തായാലും ഇന്നലെ ഉണ്ടായ ഈ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഏതെങ്കിലും വിധത്തിൽ അപകടത്തിലേക്ക് വരുന്നെങ്കിൽ ആളുടെ ജീവൻ പോലും നഷ്ടപ്പെടാം. അവിടെ കളിക്കുന്ന കുട്ടികളാകാം, അല്ലെങ്കിൽ ഈ വാഹനം ഓടിക്കുന്ന ആൾക്കും ഒക്കെ ഇത് സംഭവിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നതെന്ന് വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഈ കാര്യങ്ങൾ രക്ഷിതാക്കളും കൈകാര്യം ചെയ്യണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്.